അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. തിയറംസ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അതിൽ ഫസ്റ്റ് തിയറം എന്ന് പറയുന്നത് പാരലൽ ആക്സസ് തിയറം. പാരലൽ ആക്സസ് തിയറം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ റിജിഡ് ബോഡി. ഈ റിജിഡ് ബോഡിക്ക് ഒരു സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞതാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്താണ്. അതായത് ഒരു ബോഡിയിൽ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിന് എബൌട്ടായിട്ട് അതിൻ്റെ മാസ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് ഇതാണ് ഈ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് വിചാരിച്ചോ. ഈ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ്, ഈ ആക്സിസാണ് CD എന്നുള്ള ഈ ആക്സിസാണ് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതായത് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണ്, മാസ് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പോയിൻറ്റിനെയാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. വെയിറ്റ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരു പർട്ടിക്കുലർ പോയിൻറ്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ കേസിൽ സെൻറ്റർ ഓഫ് മാസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റൻ്റ് ആയ റീജിയനിൽ എന്താണ് സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം ആണ്. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് മാസിലൂടെ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് ഏത്, CD എന്ന് വിചാരിക്കുക. ദെൻ ഈ ബോഡി അപ്പോൾ അതിന് ആ ആക്സിസിന് അബൌട്ടായിട്ട് ആ ബോഡി കറങ്ങുകയാണെങ്കിൽ അതിനൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ആ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ നമ്മൾ IG എന്ന് റെപ്രസെൻ്റ് ചെയ്യുക. വേർ IG ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് എബൌട്ടായിട്ടുണ്ട് ഈ ബോഡിക്ക് ഉണ്ടാവുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് എന്ത്, IG എന്ന് റെപ്രസെൻ്റ് ചെയ്തത്. ഇനി സപ്പോസ് ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് വേറൊരു ആക്സിസിലൂടെയാണ്. അതായത് ഈ IG, അതായത് CD എന്നുള്ള ആക്സിസിന് പാരലായിട്ട് ഒരു ഡിസ്റ്റൻസിൽ ഉള്ള വേറൊരു ആക്സിസ് AB എന്ന ആക്സിസിന് എബൌട്ടായിട്ടാണ് ഈ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ആ ആക്സിസിന് എബൌട്ടായിട്ട് ആ ബോഡിക്ക് ഉണ്ടാകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് I ആണെന്നും റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ? I ഈസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് AB which is parallel to the axis passing through the center of gravity. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് പാരലായിട്ട് ഡിസ്റ്റൻസിലുള്ള ആക്സിസാണ് AB എന്നുള്ളത്. ആ ആക്സിസിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് I. അപ്പോൾ I എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ ആക്സിസ്. ഇപ്പോൾ ബോഡി ശരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ AB എന്നുള്ള ആക്സിസിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ ആ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ I എന്ന് റെപ്രസെൻ്റ് ചെയ്തു. ഇനി ഏതൊരു ബോഡിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവും. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ നമ്മുടെ ഗിവൺ ആക്സിസിന് പാരലായിട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ആ പോയിൻറ്റിലൂടെ ഏത് ഡയറക്ഷനിലും വേണമെങ്കിൽ പോവാം അല്ലേ. ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഈ ആക്സിസിലൂടെ പാസ് ചെയ്യാം. പക്ഷേ നമ്മുടെ ഗിവൺ ആക്സിസിന് പാരലായിട്ട് ഉള്ള സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന
ആ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് നമ്മൾ ഐ ജി എന്ന് റെപ്രസെൻ്റ് ചെയ്തത്. ഇങ്ങനെയാണെങ്കിൽ ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഈ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യനെ നമുക്ക് ഐ ജിയുടെ ടേമിൽ എഴുതാമെന്നാണ് എന്ത് പറയുന്നത്, പാരലൽ ആക്സസ് തിയറം പറയുന്നത്. അപ്പോൾ പാരലൽ ആക്സസ് തിയറം പറയുന്നത് എന്താ, ദിസ് ഐ ഈക്വൽ ടു എന്താണ്, ഐ ഈക്വൽ ടു ഐ ജി പ്ലസ് എം എ സ്ക്വയർ, ഐ ഈക്വൽ ടു ഐ ജി പ്ലസ് എം എ സ്ക്വയർ, വേർ ഐ എന്ന് പറയുന്നത് എന്താ, ഈ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ഈ ആക്സിസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് ഐ ജി എന്ന് പറയുന്നത് ഈ സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ ജി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി മാസ് എം എന്ന് പറയുന്നത് എന്താ, ഈ ബോഡിയുടെ മൊത്തം മാസ്. എ എന്ന് പറയുന്നത് എന്താ, ഇവ രണ്ടും തമ്മിലുള്ള സെപ്പറേഷൻ, അതാണ് എ. അങ്ങനെയാണെങ്കിൽ ഐ ഈക്വൽ ടു ഐ ജി പ്ലസ് എം എ സ്ക്വയർ ആണ് എന്നാണ് പാരലൽ ആക്സസ് തിയറം പറയുന്നത്. ഇനി നമുക്കതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ്, ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എനി റിജിഡ് ബോഡി അബൌട്ട് എ ഗിവൺ ആക്സിസ്, അതാണ് നമ്മുടെ ഈ എ ബി എന്നുള്ള ആക്സിസ്. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എനി റിജിഡ് ബോഡി അബൌട്ട് എ ഗിവൺ ആക്സിസ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഐ അല്ലേ, which is equal to sum of two terms അല്ലേ, ഐ ജി പ്ലസ് എം എ സ്ക്വയർ, സം ഓഫ് ടു ടേംസ്. ഏതൊക്കെയാണ് ആ ടേംസ്, വിച്ച് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ പാരലൽ ആക്സിസ് പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. നമ്മുടെ ഗിവൺ ആക്സിസ് എ ബിക്ക് പാരലായിട്ട് ഉള്ള, ഗിവൺ ആക്സിസിന് പാരലായിട്ടുള്ള സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെയും അതേപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, ഈ ബോഡിയുടെ മാസും ഈ രണ്ട് ആക്സിസും തമ്മിലുള്ള സെപ്പറേഷൻ്റെ സ്ക്വയറിൻ്റെയും കൂടെ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് എം എ സ്ക്വയർ. ഇവ രണ്ടിൻ്റെയും, അതായത് ഐ ജിയുടെയും എം എ സ്ക്വയറിൻ്റെയും സമ്മാണ് എന്ത്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദി ആക്സിസ്. ഇതാണ് പാരലൽ ആക്സസ് തിയറം പറയുന്നത്. ക്ലിയർ ആണ്? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മൊമെൻ്റ് ഓഫ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് ബോഡി, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് ബോഡി എബൌട്ട് എ ഗിവൺ ആക്സിസ്, എ ബി എന്നുള്ള ആക്സിസിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനെയാണ് നമ്മൾ ഐ എന്ന് റെപ്രസെൻ്റ് ചെയ്തത്. ആ മൊമെൻ്റ് ഓഫ് ഇനർഷ്യനെ ശരിക്കും ഏതൊരു ബോഡീൻ്റെയും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്ന മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ ഈസിയാണ്. അതറിഞ്ഞാൽ നമുക്ക് ഏതൊരു ആക്സിസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യയും കണ്ടുപിടിക്കാം എന്നാണ് ഈ പാരലൽ ആക്സസ് തിയറം പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഐ ജി നമുക്കറിയാമെങ്കിൽ, ആ ബോഡീൻ്റെ ഷേപ്പും ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ഐ ജി, അതായത് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കണ്ടുപിടിക്കാം പെട്ടെന്ന്. അതറിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ ആക്സിസിന്, അതിന് പാരലായിട്ടുള്ള ആക്സിസ് എ ബി എന്നുള്ള ആക്സിസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാം. അത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഈ എക്സ്പ്രഷൻ പറയുന്നത്, ഐ ഈക്വൽ ടു ഐ ജി പ്ലസ് എം എ സ്ക്വയർ. ഇത് അറിഞ്ഞാൽ നമുക്ക് ആ ആക്സിസിന്, എ ബി എന്നുള്ള ആക്സിസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കിട്ടും. ഇതാണ് എന്ത്, പാരലൽ ആക്സസ് തിയറം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു.